Data handling. In the previous class we are also discussed what is arithmetic mean, average or arithmetic mean, then mode. Okay, arithmetic mean means sum of observation divided by number of observation. Sum of observation arithmetic mean is equal to sum of observation by number of observation. Sum of observation divided by number of observation. Okay, അതായിരുന്നു arithmetic mean എന്ന് പറയുന്നത്. ദെൻ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? റേഞ്ച് പഠിച്ചു അല്ലേ? റേഞ്ച് എന്താണ്? തന്നിരിക്കുന്ന ഡേറ്റാസിൽ ഹയസ്റ്റ് ഇതിലുള്ളതും എഴുതണം, ലോവസ്റ്റിലുള്ളതിലും എഴുതണം. എന്നിട്ട് ഹയസ്റ്റിൽ നിന്ന് ലോവസ്റ്റ് മൈനസ് ചെയ്യുന്നതാണ്, ഡിഫറൻസ് കാണുന്നതാണ് റേഞ്ച് എന്ന് പറയുന്നത് അല്ലേ? റേഞ്ച്. അപ്പോൾ അരിത്തമെറ്റിക് മീൻ പറഞ്ഞു, റേഞ്ച് ഇസ് ഈക്വൽ ടു ഹയസ്റ്റ് ഒബ്സർവേഷൻ മൈനസ് ലോവസ്റ്റ് ഒബ്സർവേഷൻ, മൈനസ് ലോവസ്റ്റ് ഒബ്സർവേഷൻ. ഇപ്പോൾ റേഞ്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മോഡ് പഠിച്ചത്. മോഡ് എന്ന് പറയുന്നത് എന്താണ്? മോഡ് ഓഫ് എ സെറ്റ് ഓഫ് ഒബ്സർവേഷൻ ഈസ് ദ ഒബ്സർവേഷൻ ദാറ്റ് ഒക്കേഴ്സ് മോസ്റ്റ് ഓഫൺ. ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്ന ആളാണ് മോഡ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ കുറച്ച് ഡേറ്റാസ് എഴുതി, അതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ആണ് മോഡ് എന്ന് പറയുന്നത് അല്ലേ? അതുമായി റിലേറ്റ് ചെയ്ത് കുറച്ച് പ്രോബ്ലം ചെയ്തു. അതിൽ ഒരെണ്ണം ട്രൈദീസിൽ ഒരു ക്വസ്റ്റ്യനിലെ ടീച്ചർ പറഞ്ഞ ട്രൈദീസിലെ ക്വസ്റ്റ്യൻസ് അല്ലേ നിങ്ങളുടെ അടുത്ത് ചെയ്യാൻ പറഞ്ഞിരുന്നത്. ഓക്കെ, പേജ് നമ്പർ 65 ഒരു ക്വസ്റ്റ്യൻ ടീച്ചർ ചെയ്തു തന്നിരുന്നു. അതിൽ അടുത്ത ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾ ചെയ്യാൻ പറഞ്ഞിരുന്നു. ടാലി മാർക്ക് ചെയ്ത് വേണം ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, പേജ് നമ്പർ 66 ഹൈറ്റ് ഓഫ് ദി 25 സ്റ്റുഡൻസ് ഗിവൺ ബിലോ. വാട്ട് ഈസ് ദ മോഡ് ഓഫ് ദെയർ ഹൈറ്റ്? വാട്ട് ഡു വി അണ്ടർസ്റ്റാൻഡ് ദ മോഡ് ഹിയർ? അതിൽ നമുക്ക് മോഡ് എഴുതണം അല്ലേ? നമുക്ക് ടീച്ചർ ആ ഡേറ്റാസ് ഒന്ന് എഴുതാം. ഹൈറ്റ് ഓഫ് ദി 25 സ്റ്റുഡൻസിൻ്റെ ഹൈറ്റ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, നോക്കാം. ഹൈറ്റ് എന്ന് പറയുന്നത് 168. അടുത്തതെന്ന് പറയുന്നത് 165. അടുത്തതെന്ന് പറയുന്നത് 163. അടുത്തതെന്ന് പറയുന്നത് 160. അടുത്തതെന്ന് പറയുന്നത് 163. 161. 161, 162, 162, 164, 164, 164, 163, 162, 163, 162, 164, 164, വീണ്ടും 163, 160, 163, 160, 163, 163, 160, 160, 165, 165, 163, 162, 163, 164, 164 കഴിഞ്ഞ് വീണ്ടും 163, 160, 160, 165, 165, 165, 163, 163, 162. നോക്കിയേ, 25 സ്റ്റുഡൻസിൻ്റെ ഉണ്ടാകും. നമുക്ക് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 15 16 17 18 19 20 21 22 23 24 25 സ്റ്റുഡൻസിൻ്റെ ഹൈറ്റുകളാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ മോഡാണ് നമ്മളോട് പറയാൻ പറഞ്ഞേക്കുന്നത്, ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു. മോഡ് കാണാൻ ആദ്യം നമ്മൾ തന്നിരിക്കുന്ന ഹൈറ്റ് ആണെങ്കിൽ ഹൈറ്റ് ഡേറ്റാസ് എഴുതുന്നു അല്ലേ? ഇവിടെ നമുക്ക് ഹൈറ്റ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഹൈറ്റ് എന്ന് എഴുതുന്നു. ഇവിടെ ടാലി മാർക്ക് എഴുതുന്നു. ഇവിടെ എന്താണ് എഴുതുന്ന? ഫ്രീക്വൻസി അല്ലേ? ടാലി മാർക്ക് എഴുതുന്നു, ഫ്രീക്വൻസി. ഇതിലിപ്പോൾ 160 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ 160 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 160 നമുക്ക് ഒരെണ്ണം കിട്ടി. ഓക്കെ, ടാലി മാർക്ക് 1 കിട്ടി. പിന്നെ എവിടെയെങ്കിലും 160 കൊണ്ടുപോകും നോക്കാം. അതാ ഇവിടെ ഉണ്ട് അല്ലേ? 2 എണ്ണം കിട്ടി, 2 ആയി. അടുത്തത് ഇവിടെ ഉണ്ടല്ലേ? അടുത്തത് 3 ആയി. അടുത്തത് 160 ഇനി എവിടെയുണ്ട്? ഇതാ ഇവിടെ ഉണ്ടല്ലേ? 160 4 ആയി അല്ലേ? 4 എണ്ണം കിട്ടി. അപ്പോൾ 160 എത്രയാണ് കിട്ടിയത്? 4 ആണ് കിട്ടിയത്. 4. ഓക്കെ, 160 കഴിഞ്ഞിട്ട് 161 ഉണ്ടോ എന്ന് നോക്കിയേ.
ഉണ്ടല്ലേ. അപ്പോൾ 161 കിടക്കുക 161 ഒരെണ്ണം മാർക്ക് ചെയ്തു. പിന്നെ 161 എവിടെയെങ്കിലും ഉണ്ടാവും നോക്കുക. 161 ഒരെണ്ണേ ഉള്ളൂ അവിടെ. 161 ഒരെണ്ണേ ഉള്ളൂ അല്ലേ? ഒരെണ്ണല്ലേ ഉള്ളൂ. ഓക്കെ, ഒരെണ്ണേ ഉള്ളൂ. 161 കഴിഞ്ഞു. ഇനി അടുത്തത് 162 ഉണ്ടോ എന്ന് നോക്കുക. 162 ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് എവിടെയെങ്കിലും ഇതാ ഒരെണ്ണം വന്നു. അടുത്തത് 162 ആണ്. ഇതാ 2. ഓക്കെ, 2. അടുത്തത് 162 ഇതാ 3. അടുത്തത് ഇതാ 4 അല്ലേ? ഇവിടെ 4 വന്നല്ലേ? വീണ്ടും 4 വന്നു. 163 4 വന്നു. ഇനി അടുത്ത 163 ഉണ്ടാവും നോക്കാം. 163 ഇതാ 1. 163 വേറെ 2. 163 1 2 3 4 5 വരയ്ക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നല്ലോ. 5 6 7 8 9 അല്ലേ? എത്ര എണ്ണം വന്നു? 9 എണ്ണം വന്നു. 9 എണ്ണം വന്നു അല്ലേ? എത്ര എണ്ണം വന്നു? 9. 163 എത്ര എണ്ണം വന്നു? 9. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് 164 അല്ലേ? 164 ദാ 1. അടുത്തത് 2. അടുത്തത് 164 3. 3 എത്ര എണ്ണം വന്നു? 3. 164 എത്ര എണ്ണം വന്നു? 3. ഓക്കെ ആണല്ലോ. 3. അടുത്ത ഇനി ആരാണുള്ളത്? 165 എഴുതാണ്ട് അല്ലേ? അപ്പൊ ടീച്ചർ ഇവിടെ മാറ്റിയാണ് ഹൈറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. കാര്യം നമുക്ക് സ്ഥലം ഇല്ലല്ലോ. അപ്പൊ അടുത്ത 165 നോക്കാം. 1 165 2 3. അപ്പൊ അത് 3. ഇനി അടുത്ത 168 ഉണ്ടല്ലേ? ഇത് ഒരെണ്ണേ ഉള്ളൂ. 1 1 അല്ലേ? അപ്പോൾ ഇത് മാത്രം അല്ലേ എഴുതി. അപ്പോൾ നമുക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്ന ആൾ ആരാണ്? ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കിയാൽ 25 തന്നെ വന്നെങ്കിൽ നമ്മൾ ചെയ്തത് കറക്റ്റാണ്. 3 + 1 4 4 + 4 8 8 + 1 9 9 + 3 13 13 + 3 16 16 + 9 25. ഓക്കെ ആണല്ലോ. 25 വരും വന്നു. അപ്പോൾ ഇതിൽ മോഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം വന്ന ആളാണ്. ആരാണ് മോഡ് എന്ന് പറയുന്നത്? ഇവിടെ 163 ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? മോഡ് എന്ന് പറയുന്നത് 163. അപ്പോൾ ഇപ്പോൾ ടീച്ചർ ഇത് ചെയ്തു തരാൻ കാരണം നിങ്ങൾ മറന്നു പോയോ ഇല്ലയെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തന്നത് കേട്ടോ. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മോഡ് വരെ നമ്മൾ ഫൈനൽ പറഞ്ഞു നിർത്തി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മീഡിയൻ ആണ്. എന്താണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്? മീഡിയൻ. മീഡിയൻ എന്ന് പറയുന്നത് മീഡിയൻ ഈസ് ദ മിഡിൽ മോസ്റ്റ് ഒബ്സർവേഷൻ. മീഡിയൻ എന്ന് കേൾക്കുമ്പോഴേ അറിയാം മിഡിൽ വരുന്നത്. മിഡിൽ മോസ്റ്റ് ഒബ്സർവേഷൻ ആണ്. മീഡിയൻ എന്ന് പറയുന്നത് എന്താണ്? മിഡിൽ മോസ്റ്റ് ഒബ്സർവേഷൻ ആണ് ഓഫ് ദി ഡേറ്റ അറേഞ്ചിങ്. എങ്ങനെ അറേഞ്ച് ചെയ്യണം? അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ തന്നിരിക്കുന്ന ഡേറ്റാസിനെ അറേഞ്ച് ചെയ്യുക. അതിൽ മിഡിലിൽ മധ്യത്ത് കിടക്കുന്ന നമ്പറാണ് മീഡിയൻ ആയിട്ട് എടുക്കേണ്ട. എവിടെ കിടക്കുന്നതാണ്? മധ്യത്ത് കിടക്കുന്ന നമ്പറാണ് മീഡിയൻ ആയിട്ട് എടുക്കേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടോ? തന്നിരിക്കുന്ന ഡേറ്റാസിനെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യുക. എന്നിട്ട് മിഡിലിൽ കിടക്കുന്ന ആരാണോ അതാണ് എന്തെന്ന് പറയുന്നത്? മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതാം? മീഡിയൻ എന്ന ഹെഡിങ് കൊടുത്തിട്ട് എന്തെന്ന് എഴുതണം? എഴുതി വെച്ചോ. ഇപ്പം തന്നെ നോട്ടല്ല, റഫ് ബുക്കിൽ എഴുതുക. എന്നിട്ടല്ലേ നമ്മൾ ഫെയറിലോട്ടാക്കുന്ന. അപ്പോൾ എഴുതിക്കോ. മീഡിയൻ ഈസ് ദ middle most observation. Median is the middle most observation of the data. Middle most observation of the data arranged in ascending or descending order. Arranged in ascending or descending order. Okay, clear ആയോ? ട്രൈ ദിസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കിയേ. യുവർ ഫ്രണ്ട് ഫൈൻഡ് ദ മീഡിയൻ ഓഫ് ദി മോഡ്. മീഡിയൻ ആൻഡ് ദി മോഡ് ഓഫ് ദി ഗിവൺ ഡേറ്റ. ഡിസ്ക്രൈബ് ദ കറക്റ്റ് യുവർ ഫ്രണ്ട് എറർ ഇൻ ഇഫ് എനി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. എന്താണ് പറഞ്ഞേക്കുന്നത്? അപ്പോൾ കണ്ടോ നിങ്ങൾ ആ മീഡിയൻ്റെ ക്വസ്റ്റ്യൻ? പേജ് നമ്പർ 67 ലാസ്റ്റ് കിടക്കുന്നുണ്ട്. ട്രൈ ദീസിൽ ലാസ്റ്റ് കിടപ്പുണ്ട്. യുവർ ഫ്രണ്ട് ഫൗണ്ട് ദ മീഡിയൻ ആൻഡ് ദ മോഡ് ഓഫ് ദി ഗിവൺ ഡേറ്റാസ്. Describe and correct your friend
എറർ ഇൻ എനി എന്നാണ് ചോദിച്ചേക്കുന്നത്. ഫ്രണ്ട് കുറച്ച് ഡേറ്റാസ് തന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മീഡിയനും മോഡും എഴുതിയിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് ആണോ എന്നാണ് നമ്മുടെ ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. ആ ഫ്രണ്ട് എഴുതിയ ഡേറ്റാസും എഴുതാം, ഫ്രണ്ട് എഴുതിയ മീനും മോഡും എഴുതിയും വെക്കാം. മീനല്ലല്ലോ, മീഡിയനും മോഡും എഴുതാം. ഓക്കെ, ഫസ്റ്റ് നോക്കിയേ 35, അടുത്തത് 32, വീണ്ടും 35, 42, 38, 32, 34. അവിടെ എഴുതിയിരിക്കുന്ന മീൻ എന്ന് പറയും, മീഡിയൻ എന്ന് പറയുന്നത്, മീഡിയൻ ആണോ മീനാണോ? മീഡിയൻ എന്ന് പറയുന്നത് 42 എന്ന് എഴുതി, മോഡ് എന്ന് പറയുന്നത് 32 എന്ന് എഴുതി. ഓക്കെ, 32 എന്ന് എഴുതി. നമുക്ക് നോക്കാം. നമ്മൾക്ക് അറിയാവുന്ന എന്താണ്, തന്നിരിക്കുന്ന ഡേറ്റാസിനെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യുക. അപ്പൊ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് 32 ആണ് അല്ലേ. 32 2 പ്രാവശ്യം വന്നു 32. പിന്നെ അത് കഴിഞ്ഞിട്ട് 32 നമ്മൾ എടുത്തു കഴിഞ്ഞു. പിന്നെ വരുന്നത് 34 ആണ് അല്ലേ. 34 എടുത്തു. അടുത്തത് എന്താണ് വരുന്നത്? 34 എടുത്തു. പിന്നെ വീണ്ടും 35 വന്നു അല്ലേ. പിന്നെ വരുന്നത് 35 വന്നു. പിന്നെ വരുന്നത് 38 ആണ്. പിന്നെ വരുന്നത് 42 ആണ് അല്ലേ. അപ്പൊ ആദ്യം നമുക്കറിയാവുന്ന എന്താണ്, മോഡ് എഴുതാം അല്ലെ. മീഡിയൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, തന്നിരിക്കുന്ന ഡേറ്റാസിനെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്തിട്ട് മിഡിലിൽ വരുന്ന ആളാണ് മീഡിയൻ. അപ്പൊ മീഡിയൻ നോക്കാം നമുക്ക്. മീഡിയൻ തന്നിരിക്കുന്ന ഡേറ്റാസിനെ മിഡിലിൽ വരുന്നതാണേ. കണ്ടോ, ഇതിന് മിഡിലിൽ വന്ന ആരാണ്? കാര്യം ഇങ്ങോട്ടും 3 ഉണ്ട്, ഇങ്ങോട്ടും 3 ഉണ്ട്. അതുകൊണ്ട് മിഡിലിൽ വന്ന ആൾ ആരാണ്? 35 ആണ്. മിഡിലിൽ വന്ന ആൾ ആരാണ്? 35. അവിടെ എഴുതിയിരിക്കുന്ന മീഡിയൻ 42 ആണ്. അപ്പൊ 35 ആണ് 42 ആണ് മീഡിയൻ എന്ന് പറയുന്ന. അവിടെ ചെയ്തേക്കുന്നത് തെറ്റാണ് അല്ലേ. നമ്മുടെ ഫ്രണ്ട് ചെയ്തേക്കുന്നത് എന്താണ്? റോങ് ആണ്. എന്തോ ആവശ്യമില്ലാതെ അങ്ങ് 42 ഈ തന്നിരിക്കുന്നതിൽ മിഡിലിൽ വരുന്ന എടുത്ത് എഴുതി. അങ്ങനെയാണോ എഴുതേണ്ടത്? തന്നിരിക്കുന്ന ഡേറ്റാസ് അതേപോലെ എഴുതിയിട്ട് മിഡിലിൽ കിടക്കുന്നതല്ല എഴുതി വെക്കേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസിനെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്തതിന് ശേഷം മിഡിലിൽ വരുന്ന ആളിനെയാണ് എഴുതേണ്ട. അല്ലാതെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ മിഡിലിൽ വരുന്നതല്ല എഴുതേണ്ട. തന്നിരിക്കുന്ന ഡേറ്റാസിനെ ഇപ്പൊ ആ കുട്ടി അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. തന്നിരുന്ന ആ ഓർഡറിൽ മിഡിൽ വന്നത് എഴുതി വെച്ചു. അപ്പൊ അത് തെറ്റായിപ്പോയി. ഇനി വേണ്ടത് ആരാണ് വേണ്ടത്? ഇനി ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്ന ആളാണ് എന്തെന്ന് പറഞ്ഞത്? മോഡ് എന്ന് പറഞ്ഞത്. അവള് മോഡ് 30 എന്താണ് എഴുതിയിരിക്കുന്ന? 32 ആണ് അവള് മോഡ് എഴുതിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നേക്കുന്ന 32 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. 35 2 പ്രാവശ്യം വന്നിട്ടുണ്ട് അല്ലെ. മോഡ് എന്ന് പറയുന്ന അവള് 32 എഴുതി. അപ്പോൾ മോഡ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ ആ കുട്ടി ചെയ്തേക്കുന്ന 32 ആണ്. ഇവിടെ 32 എന്ന് പറയുന്നത് 2 പ്രാവശ്യം വന്നു. 35 എന്ന് പറയുന്നതും 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, ഇതിൽ രണ്ടുപേരും മോഡായിട്ട് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. മോഡ് ഓഫ് ദി ഗിവൺ ഡേറ്റ ഈസ് 35. ബിക്കോസ് 35നെ നമുക്ക് എടുക്കാം. ബിക്കോസ് എന്താണ് കാര്യം? ഇറ്റ് ഒക്കേഴ്സ് മോർ ഫ്രീക്വൻസി ദാൻ അതർ ഒബ്സർവേഷൻ. മറ്റു ഒബ്സർവേഷനെ അപേക്ഷിച്ച് ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്നു അല്ലേ 35. അതുകൊണ്ട് 35 എഴുതാം. ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്ത നോക്കിയേ. മനസ്സിലാവുന്നില്ല മീഡിയൻ മോഡും. അടുത്ത ക്വസ്റ്റ്യൻ തന്നെയുണ്ട്. എക്സാമ്പിൾ 7. ഫൈൻഡ് ദ മീൻ ഓഫ് ദി ഡേറ്റ. മീൻ കാണാൻ എന്ത് ചെയ്യണം? മീഡിയൻ ഓഫ് ദി ഡേറ്റ. മീൻ അല്ല, മീഡിയൻ ഓഫ് ദി ഡേറ്റ. തന്നിരിക്കുന്ന ഡേറ്റാസിനെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്ത് അതിൽ മിഡിൽ വരുന്നതാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കിയേ. തന്നിരിക്കുന്ന ഡേറ്റാസ് എന്ന് പറയുന്നത് 24. താഴെ എഴുതട്ടെ. തന്നിരിക്കുന്ന ഡേറ്റാസ് 24, 36, 46, 70, 80, 25, 35 അല്ലേ. അപ്പൊ തന്നിരിക്കുന്ന ഡേറ്റാസിനെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യുക. ഇതല്ലേ 70 എഴുതി, 18 എഴുതി, 24 എഴുതി, 25 എഴുതി,
35 എഴുതി, 36 എഴുതി, 46 എഴുതി. ഓക്കെ, തന്നിരിക്കുന്ന ഡേറ്റാസിനെ ഞാൻ എന്ത് ചെയ്തു, അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. ഇതിൽ മിഡിലിൽ വരുന്നത് നോക്കണം. അപ്പോൾ ഇവിടെ നിന്നും കറക്റ്റ് ആയിട്ട് പോകണം, ഇവിടെ നിന്നും കറക്റ്റ് ആയിട്ട് വേണം. അപ്പോൾ മിഡിലിൽ വന്ന ആരാണ്? 25 ആണ് എന്തെന്ന് പറയുന്നത്, മീഡിയൻ. മീഡിയൻ ആരാണ്? 25. ക്ലിയർ ആവുന്നുണ്ടോ? ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. കാര്യം എന്ന് വെച്ചാൽ ഇതിലൊന്നുമില്ല, അരിത്തമെറ്റിക് മീനും മീഡിയനും മോഡും കാണാനുള്ള എന്താണ് ഒരു കാര്യങ്ങൾ മറന്നു പോവാതിരുന്നാൽ മതി. മോഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. മീഡിയൻ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഡേറ്റാസിനെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്തതിന് ശേഷം മിഡിലിൽ വരുന്നത്. അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് സം ഓഫ് ഒബ്സർവേഷൻ ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അത്രയും കാര്യം ചെയ്താൽ നമ്മളെ ഈ ചാപ്റ്റർ കഴിയും. ഇനി ഇതിൻ്റെ ഗ്രാഫും കൂടെ വരയ്ക്കാൻ പഠിച്ചാൽ നമ്മൾ ജയിച്ചു. അപ്പം അതിന് മുമ്പായിട്ട് എക്സസൈസ് 3.2 അതിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്കോർ ഇൻ ദി മാത്തമാറ്റിക്സ് ടെസ്റ്റ് ഔട്ട് ഓഫ് 25 ഓഫ് 15 സ്റ്റുഡൻസ് ഈസ് ഫോളോസ്. കേട്ടോ, എന്താണ് 15 കുട്ടികളുടെ മാത്സ് ടെസ്റ്റിൻ്റെ മാർക്സ് ആണ്. 25-ൽ എത്ര മാർക്ക് കിട്ടി എന്നാണ് കൊടുത്തേക്കുന്നത്. ഫൈൻഡ് ദ മോഡ് ആൻഡ് മീഡിയൻ ഓഫ് ദി ഡേറ്റ, ആർ ദേ സെയിം. അവരുടെ മോഡും മീഡിയനും കണ്ടുപിടിക്കണം. അവർ സെയിം ആണോ നിങ്ങൾ നോക്കണം. നിങ്ങൾ തന്നെ ചെയ്യണം. മീഡിയനും മോഡും നിങ്ങൾ തന്നെ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, റൺ സ്കോർസ് ഇൻ ദി ക്രിക്കറ്റ് മാച്ച് ബൈ 11 പേയേഴ്സ് ഇൻ ആസ് ഫോളോസ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദി മീൻ കാണണം, മോഡ് കാണണം, മീഡിയൻ കാണണം. ഓക്കെ, മീൻ കാണണം, മോഡ് കാണണം, മീഡിയൻ കാണണം. ഇത് നിങ്ങൾ തനിയെ ചെയ്യുമ്പോഴേ നമ്മൾ ആ മൈൻഡിൽ ആ ഫോർമുലാസ് നിൽക്കത്തുള്ളൂ കേട്ടോ. അടുത്ത നോക്കിയേ, വെയിറ്റ് ഓഫ് ദി 15 സ്റ്റുഡൻസ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദി മോഡ് ആൻഡ് മീഡിയൻ ഓഫ് ദി ഡേറ്റ ഈസ് ദ മോർ ദാൻ വൺ മോഡ്. മോർ ദാൻ വൺ മോഡ് ഉണ്ടോ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഫൈൻഡ് ദ മോഡ് ആൻഡ് മീഡിയൻ ചെയ്യാൻ പറ്റും. സ്റ്റേറ്റ് ട്രൂ ഓർ ഫാൾസ്. ദ മോഡ് ഈസ് ഓൾവേസ് വൺ ഓഫ് ദി നമ്പർ ഇൻ ഡേറ്റ. ശരിയാണോ? മോഡ് എന്ന് പറയുന്ന ആ തന്നിരിക്കുന്ന ഡേറ്റയിൽ ഒരു നമ്പർ ആയിരിക്കുമോ? ട്രൂ ഓർ ഫാൾസ് എഴുതാനാണ്. ദ മീൻ ഈസ് ദ വൺ ഓഫ് ദി നമ്പർ ഓഫ് ഡേറ്റ. മീൻ എന്ന് പറയുന്ന ആ തന്നിരിക്കുന്ന ഒബ്സർവേഷനിൽ ഒരു നമ്പർ ആകുമോ? അടുത്ത, മീഡിയൻ ഈസ് ഓൾവേസ് വൺ ഓഫ് ദി നമ്പർ ഇൻ ഡേറ്റ. ദ ഡേറ്റ 6, 4, 3, 8, 9, 12, 13, 9 ഹാസ് മീൻ 9 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതപ്പോൾ ചെയ്ത് തന്നെ നോക്കുക. എല്ലാ എക്സസൈസും നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഇനിയാണ് നമുക്ക് പഠിക്കാനുള്ള ഗ്രാഫ് അല്ലേ. നമ്മൾ ഗ്രാഫ് വരയ്ക്കണം. നിങ്ങളൊക്കെ പഠിച്ചിട്ടില്ലേ? നമ്മൾ ക്രിക്കറ്റ് കളിയൊക്കെ കണ്ടിട്ടില്ലേ? നിങ്ങൾ പണ്ടാണെങ്കിൽ എല്ലാവരും ക്രിക്കറ്റ് കളിയൊക്കെ കാണുമായിരുന്നു. ഇപ്പോൾ കാണുന്നുണ്ടോ എന്ന് ടീച്ചറിന് അറിയത്തില്ല. ആ ക്രിക്കറ്റ് കളിയിൽ ഓരോരുത്തരുടെ സ്കോറൊക്കെ കാണിച്ചിട്ട് ആ ഗ്രാഫൊക്കെ കാണിച്ചേക്കും അല്ലേ. എങ്ങനെയൊക്കെ കാണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ നമ്മൾ സ്ക്രീനിൽ ഗ്രാഫ് കാണിച്ചിരിക്കും. ഓരോരുത്തർ കളിച്ച റൺസും എന്താണ് ഇങ്ങനെയൊക്കെ കാണിച്ചേക്കും അല്ലേ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ക്രിക്കറ്റ് കളിയിലൊക്കെ ഇങ്ങനെയൊക്കെ എന്തൊക്കെയാണ് കാണിച്ചേക്കുന്ന കാണാം. ചിലപ്പോൾ കൂടി നിൽക്കുന്ന കാണാം അല്ലേ. ഏറ്റവും ഇത്രയും അപ്പോൾ ഏറ്റവും കൂടുതൽ റൺ എടുത്ത ആളായിരിക്കും ഇത്. അങ്ങനെയൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഗ്രാഫ് വരച്ച് കാണിക്കും. നമ്മൾ ക്രിക്കറ്റ് കളിയിലൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ തന്നെ ഇപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ നമ്മുടെ എക്സാം ഈ ഒരു 1 ഇയറിലെ എക്സാമിൻ്റെ ഗ്രാഫ് ചില കുട്ടികൾ താഴേന്ന് മേളിലോട്ട് ഉയർന്നു പോകും അല്ലേ. ഇങ്ങനെ ഗ്രാഫ് വരും അല്ലേ. ചിലരെന്ത് ചെയ്യും, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, പഠിച്ച് താഴോട്ട് പോകും. ചിലർ അവസാനം ആകുമ്പോൾ ഉഴപ്പത്തില്ലേ. അങ്ങനെയുള്ള ഗ്രാഫൊക്കെ വെച്ച് വരയ്ക്കുന്നതാണ് അടുത്തതെന്ന് പറയുന്നത്. യൂസ് ഓഫ് ബാർ ഗ്രാഫ് വിത്ത് ഡിഫറെൻറ്റ് പർപ്പസ്. ഒരു ഡിഫറെൻറ്റ് പർപ്പസിൽ ഗ്രാഫ് ഉപയോഗിച്ച് നമ്മൾ എന്ത് വരയ്ക്കുന്നതാണ്, ഡേറ്റാസിനെ മാർക്ക് ചെയ്യുന്നതാണ്. അതിൽ ചൂസിങ് എ സ്കെയിലും ഉണ്ട്, ഡ്രോയിങ് ഡബിൾ ബാർ ഗ്രാഫും ഉണ്ട് കേട്ടോ. ഡബിൾ ബാർ ഇതാണ് 2 എണ്ണം ചേർത്ത് വരുന്നതാണ് ഡബിൾ ബാർ എന്ന് പറയുന്നത്. സിംഗിളായിട്ട് വരയ്ക്കുന്നതുണ്ട്, ഒറ്റയ്ക്ക് വരയ്ക്കുന്നതുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നും നമുക്കൊന്ന് നോക്കാം. നമുക്കതിന് അവർ ആവശ്യമായ എല്ലാം തന്നിരിക്കും. നമ്മളങ്ങ് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒന്നും ചെയ്യേണ്ട. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. അത്ര മാത്രമേ ഉള്ളൂ. നോക്കിയേ, ഇവിടെ തന്നെ തന്നിട്ടുണ്ട് എക്സാമ്പിൾ 69, പേജ് നമ്പർ 69 എക്സാമ്പിൾ നോക്കിക്കേ. 200 സ്റ്റുഡൻസ്, 2
200 students of 6th and 7th classes were asked the name their favorite color so as decide upon what should be the color of their school building. The result as shown following the table representing the given data on a bar graph. ഈ തന്നിരിക്കുന്ന ഡേറ്റാസിന് ബാർ ഗ്രാഫിൽ മാർക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്കൊന്ന് നോക്കാം. ഫേവറേറ്റ് കളർ ആണ് പറഞ്ഞേക്കുന്നത് അല്ലേ. ഫേവറേറ്റ് ഓക്കെ, ആദ്യത്തെ ഫേവറേറ്റ് കളർ ഫേവറേറ്റ് കളറാണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന. അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്ന നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഓക്കെ, അപ്പൊ റെഡ് കളർ ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട്? റെഡ് കളർ ഇഷ്ടപ്പെടുന്ന 43 പേരുണ്ട്. 43 പേരുണ്ട് റെഡ് കളർ ഇഷ്ടപ്പെടുന്നത്. 43. ഗ്രീൻ കളർ ഇഷ്ടപ്പെടുന്ന 19 പേരേ ഉള്ളൂ ഗ്രീൻ കളർ ഇഷ്ടപ്പെടുന്നത്. അടുത്തത് ബ്ലൂ ഇഷ്ടപ്പെടുന്നത് 55. ബ്ലൂ ഇഷ്ടപ്പെടുന്ന എത്ര പേരാണ്? 55. യെല്ലോ ഇഷ്ടപ്പെടുന്നത് 49. യെല്ലോ ഇഷ്ടപ്പെടുന്ന എത്ര പേരാണ്? 49. അടുത്തത് ഓറഞ്ച് ഇഷ്ടപ്പെടുന്നത് 34. ഓറഞ്ച് ഇഷ്ടപ്പെടുന്ന എത്ര പേരാണ്? 34 ആണ്. ഓക്കെ, 34. ഇതിന് നമ്മൾ എന്താണ്, വിച്ച് ഈസ് ദ മോസ്റ്റ് പ്രിഫേർഡ് കളർ ഓൺ വിച്ച് ദ ലീസ്റ്റ് പ്രിഫേർഡ്, ഏതാണ് മോസ്റ്റ് പ്രിഫേർഡും ലീസ്റ്റ് പ്രിഫേർഡും ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഹൗ മെനി കളേഴ്സ് ആർ ദെയർ ഇൻ ഓൾ, വാട്ട് ആർ ദേ എന്നും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ബാർ ഗ്രാഫിൽ മാർക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും അറിയാം, ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളേ മക്കളെ, ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതിലെ ഒരു പെർപെൻഡിക്കുലറും കാണും, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈനും കാണും. ഇത് y ആക്സിസ് ആയിരിക്കും, ഇത് x ആക്സിസ് ആയിരിക്കും കേട്ടോ. ഇതെന്താണ്? y ആക്സിസും x ആക്സിസും ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇതിൽ നമ്മൾ മാർക്ക് ചെയ്യാൻ പോണത് നമ്പർ ഓഫ് സ്റ്റുഡൻസും ഉണ്ട്, കളേഴ്സും ഉണ്ട് അല്ലേ. നമുക്ക് തന്നേക്കുന്ന നമ്പർ ഓഫ് സ്റ്റുഡൻസും കളേഴ്സും ആണ് തന്നേക്കുന്നത്. അപ്പൊ നമുക്കറിയാം കളേഴ്സ്, ഓരോ കളേഴ്സ് ഇവിടെയാണ് കളേഴ്സിന്റെ നെയിം എഴുതുന്നത്. ഓരോ കുട്ടികളും ഇഷ്ടപ്പെടുന്ന കളർ ഏതൊക്കെയാണെന്ന്. ആദ്യത്തെ കുട്ടി എന്താണ്? റെഡ് ഇഷ്ടപ്പെടുന്നു അല്ലെ, റെഡ്. അടുത്ത കുട്ടി എന്താണ് ഇഷ്ടപ്പെട്ടത്? ഗ്രീൻ. അടുത്ത കുട്ടി ബ്ലൂ. അടുത്തത് യെല്ലോ. അടുത്ത ആള് ഓറഞ്ച്. ഇങ്ങനെ ഇതെല്ലാം കളറും ഇഷ്ടപ്പെടുന്ന കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് നോക്കിയേ, 43, 19, 55, 49, 34. ഇത്രയും കളേഴ്സാണ്, ഇത്രയും പേരാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ 55 വരെ ഉണ്ട് അല്ലേ. അപ്പൊ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമ്മൾ 1, 2, 3 മാർക്ക് ചെയ്താൽ കുറേ അങ്ങ് എഴുതണം അല്ലേ. അപ്പൊ അത് പറ്റത്തില്ല. 1, 2, 3 മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇനി നോക്ക്, 2, 4, 5, 8 അങ്ങനെ ഈവൻ നമ്പേഴ്സ് മാർക്ക് ചെയ്താലും കുറേ എഴുതണം. പിന്നെ 5, 10, 15, 20, 5 വെച്ച് മാർക്ക് ചെയ്താലും കുറേ എഴുതണം. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 10 വെച്ച് മാർക്ക് ചെയ്യാം. എത്ര വെച്ച് മാർക്ക് ചെയ്യാം? 10 വെച്ച്. അപ്പൊ സ്കെയിലിൽ ഓരോ ഡിസ്റ്റൻസ് 10, അടുത്തത് 20, അടുത്തത് 30, അടുത്തത് 40, അടുത്തത് 50, അടുത്തത് 60. ഓക്കെ, അപ്പോൾ 10 വെച്ചാണ് ടീച്ചർ മാർക്ക് ചെയ്തേക്കുന്നത് അല്ലേ. 10 വെച്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ സ്കെയിൽ 1 യൂണിറ്റിന് 10 സ്റ്റുഡൻസ് ആയിട്ടാണ്. അപ്പൊ ഇവിടെ സ്കെയിൽ എപ്പോഴും എഴുതണം. 1 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 10 സ്റ്റുഡൻസ്. സ്കെയിൽ എഴുതിയില്ലെങ്കിൽ മാർക്ക് തരത്തില്ല കേട്ടോ. ഓരോ യൂണിറ്റും എന്ന് പറയുന്നത് 10 സ്റ്റുഡൻസ് ഉൾപ്പെടുന്നതാണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. കാര്യം ഈ ഇവിടെ മുതൽ ഇവിടെ വരെ 1 മുതൽ 10 വരെയുള്ള കുട്ടികളാണ്. ഇവിടുന്ന് 11, 12, 13 അങ്ങനെ പോയി 20 വരെയുള്ള സ്റ്റുഡൻസ് ആണ്. ഇവിടുന്ന് 21, 22 അങ്ങനെ പോയി 30 വരെയുള്ള സ്റ്റുഡൻസ് ആണ്. ഓക്കെ, 34 ഒക്കെ ഇതിനിടയ്ക്കാണ് വരുന്നത്. ഓക്കെ, 30ക്കും 40ക്കും ഇടയ്ക്കായിട്ട് വരും. അപ്പൊ നമുക്ക് നോക്കാം. റെഡ് കളർ ഇഷ്ടപ്പെടുന്ന 43 ആണ്. 43 ഏകദേശം ഇവിടെ ആയിട്ടല്ലേ വരുന്ന 43. ഏകദേശം അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. 43 എവിടെയാണ്? 40ക്കും 50ക്കും ബിറ്റ്വീൻ ആണ് വരുന്നത്. 43 ആകുമ്പോൾ 40 കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മിഡിൽ നിൽക്കുക അല്ലെ. അപ്പൊ റെഡ് കളർ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ എന്ന് പറയുന്നത് 40 ആണ്. നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് നിങ്ങൾ വരയ്ക്കാവേ, എന്നെ പോലെ കൈ വെച്ചൊക്കെ വരച്ചതാ ഇതേ ഇണക്കിരിക്കും. ടീച്ചറിന് സ്കെയിൽ ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇതാണ് റെഡ് കളർ ഇഷ്ടപ്പെടുന്ന കുട്ടി അല്ലെ.
ഇപ്പം നോക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാവും നമ്മുടെ ഗ്രാഫ് ഇവിടെയാണ് നിൽക്കുന്നത്, 43ലാണ് നിൽക്കുന്നത്. അടുത്ത ഗ്രീൻ ഇഷ്ടപ്പെടുന്നത് 19 ആണ് അല്ലേ. 19 ആകുമ്പോൾ ഇവിടെ വരെ വരത്തുള്ളൂ. ഗ്രീൻ കളർ ഇഷ്ടപ്പെടുന്ന ആൾ എത്രയാണ്? 19. 20ക്ക് അടുത്ത് പോകരുത്, 20ക്ക് തൊട്ട് താഴെ നിൽക്കാവും കേട്ടോ. ഇതാണ് ഗ്രീൻ കളർ ഇഷ്ടപ്പെടുന്ന ആള്. ആ ആളിന്റെ ഗ്രാഫ് 90ലാണ് നിൽക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ബ്ലൂ കളർ ഇഷ്ടപ്പെടുന്നത് 55 ഉണ്ട് അല്ലെ. 55 ആണ്, ഇതാ ഇങ്ങ് വരും. ബ്ലൂ കളർ ഇഷ്ടപ്പെടുന്ന ആള് അല്ലെ, ഇത്രയും ഇഷ്ടമാണ്. ബ്ലൂ കളർ ഇഷ്ടപ്പെടുന്ന ആള് 55ലോട്ടാണ് കേട്ടോ. 55. അടുത്ത ആള് എന്താണ്? യെല്ലോ ഇഷ്ടപ്പെടുന്നത് ആരാണ്? 49 ആണ് അല്ലെ. 49 ആകുമ്പോ കുറച്ച് താഴെ നിൽക്കും. ഇത് യെല്ലോ ഇഷ്ടപ്പെടുന്ന ആള്. ഇത് യെല്ലോ ഇഷ്ടപ്പെടുന്ന ആള്. ഓക്കെ. ഇനി അടുത്തത് ഓറഞ്ച് ഇഷ്ടപ്പെടുന്ന ആള് 34 ആകുമ്പോൾ ഇവിടെ നിൽക്കും. ഇത് ഓറഞ്ച് ഇഷ്ടപ്പെടുന്ന ആള്. ഓക്കെ. അപ്പൊ ഗ്രാഫ് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ആളാണ് ബ്ലൂ ഇഷ്ടപ്പെടുന്ന ആളാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. അപ്പൊ ഇത് ഗ്രാഫിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ബ്ലൂ ഈസ് ദ മോസ്റ്റ് പ്രിഫർ അല്ലെ. ഗ്രാഫിൽ പൊങ്ങി നിൽക്കുന്ന ഏറ്റവും കൂടുതലുള്ള ആളാണ് ഉയർന്നു നിൽക്കുന്നത്, പൊന്തി നിൽക്കുന്നത്. അപ്പോൾ ബ്ലൂ ഈസ് ദ മോസ്റ്റ് പ്രിഫേർഡ് കളറാണ്. ബിക്കോസ് ബാർ ഗ്രാഫിൽ എന്താണ് റെപ്രസെന്റിങ് ബ്ലൂ ഈസ് ടാളസ്റ്റ്. ബാർ ഗ്രാഫില് ടാളസ്റ്റ് ആയിട്ട് കാണുന്നത് ബ്ലൂ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ടാളസ്റ്റ് ആയിട്ട് കാണുന്നത് അല്ലെ. ബാർ ഗ്രാഫിൽ ടാളസ്റ്റ് ആയിട്ട് കാണുന്നത് ബ്ലൂ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഇനി ലോവസ്റ്റ് ആയിട്ട് കാണുന്ന ഏതാണ്? ഗ്രീൻ ആണ് അല്ലെ. ഗ്രീൻ ഈസ് ദ ലീസ്റ്റ് പ്രിഫേർഡ് കളർ. ഗ്രീൻ ആണ് ലീസ്റ്റ് പ്രിഫേർഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ബിക്കോസ് ബാർ ഗ്രാഫിൽ എന്താണ്? ഗ്രീൻ ഈസ് ദ ഷോർട്ടസ്റ്റ്. ഗ്രീൻ എന്ന് പറയുന്നത് എന്താണ്? ഷോർട്ടസ്റ്റ് ആണ്. അതുകൊണ്ട് ഗ്രീൻ ആണ് അത്ര ഇഷ്ടപ്പെടാത്തത് അല്ലെ. കുറച്ച് കുട്ടികൾ മാത്രം ഇഷ്ടപ്പെടുന്നതാണ്. പിന്നെ therefore 5 കളേഴ്സ്. ഇവിടെ എത്ര കളേഴ്സ് ആണ്? 1 2 3 4 5 കളേഴ്സ് ആണ് ഉള്ളത്. ദേ ആർ റെഡ്, ഗ്രീൻ, ബ്ലൂ, യെല്ലോ ആൻഡ് ഓറഞ്ച്. ഓക്കെ, മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ഇത് വരയ്ക്കാൻ വളരെ ഈസിയാണ്. നമ്മൾ ഈ സ്കെയിൽ എഴുതുന്ന കാര്യം ശ്രദ്ധിച്ചോളണം. സ്കെയില് അത് ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ 1 2 മാർക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ പേപ്പറിലൊന്നും നിൽക്കത്തില്ല. അപ്പം അത് നമ്മൾ എന്താണ് യുക്തിക്ക് അനുസരിച്ച് ഒരു ഡേറ്റാസ് തന്നിട്ട് അളവുകൾ നോക്കി അത് നമ്മൾ കുറേ ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ എങ്ങനെയൊക്കെ മാർക്ക് ചെയ്യണമെന്ന് കേട്ടോ. അപ്പോൾ 1നും 10നും ഇടയ്ക്കുള്ള നമ്പേഴ്സ് ഇവിടെ ഉള്ളായിരുന്നു എങ്കിൽ 2 4 6 8 അങ്ങനെ മാർക്ക് ചെയ്യായിരുന്നു. ഈവൻ നമ്പേഴ്സ് മാർക്ക് ചെയ്യായിരുന്നു. പിന്നെ ഇവിടെ 200 സ്റ്റുഡൻസ് വരെ ഉള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പം എന്ത് ചെയ്യണം? ഒരു 10 ഡിസ്റ്റൻസ് ഇട്ട് പോകണം. ഓക്കെ. അപ്പോൾ അത് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് തനിയെ ചെയ്തു വരുമ്പോഴത്തേക്ക് നമുക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. തൊട്ട് താഴെ ഒരു എക്സാമ്പിൾ കിടപ്പുണ്ട്, എക്സാമ്പിൾ 9. ഓക്കെ, അത് നമുക്ക് നോക്കിയേ. 450 500 300 360 400 540. അപ്പം അതിനെ എങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യും? ഏത് സ്കെയിലായിട്ട് അറേഞ്ച് ചെയ്യും? മൊത്തം 100ലാണ് വന്നേക്കുന്നത്. അപ്പോൾ 0 100 200 300 അങ്ങനെ സ്കെയിൽ പോകണം. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറയുന്ന 100 ആയിട്ട് മാറും സ്കെയിൽ എഴുതുമ്പോൾ കേട്ടോ. അപ്പോൾ അതും ഇവിടെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കാം സമയം അനുസരിച്ച് കേട്ടോ. അപ്പോൾ അതിൽ ഡബിൾ ബാർ ഗ്രാഫ് അടുത്ത ക്ലാസ്സിൽ ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, ഡബിൾ ബാർ ഗ്രാഫ് അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ ഇന്ന് ഒരു ഗ്രാഫിൻ്റെതും മീഡിയനും പറഞ്ഞു തന്നിട്ടുണ്ട്. കുറേശ്ശെയായിട്ടാണ് നമ്മൾ പോർഷൻസ് പോണത്. പിന്നെ നമുക്ക് ഇതിൽ കൂടുതലൊന്നും ടീച്ചറിന് ചെയ്തു തരാനില്ല. നിങ്ങൾ തനിയെ തന്നെ ഓരോ ക്വസ്റ്റ്യനും ചെയ്തു നോക്കുക കേട്ടോ. ഇതിൽ വ്യത്യാസമൊന്നുമില്ല, നമ്മൾ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? തനിയെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. വേറെ ഇതൊന്നുമില്ല, നിങ്ങൾ തന്നെ തനിയെ ചെയ്ത് പഠിക്കുക. പിന്നെ ഇന്നത്തെ ടെസ്റ്റ് പേപ്പറിൻ്റെ കാര്യം മറന്നു പോകരുത്. ഈവനിങ് ആയിരിക്കും കേട്ടോ ടെസ്റ്റ് പേപ്പർ. ഓക്കെ, താങ്ക് യു. ബൈ ബൈ, സീ യു അഗൈൻ.